അതെ അപ്പൂപ്പ. എവിടെ പോവാ? ഞാൻ ഓഫീസിൽ പോവാ. ആണോ? ജോലി ഉണ്ടാ? ഉണ്ട്. എന്താ ജോലി? ടൈപ്പിസ്റ്റാ. നിന്നെ കണ്ടാൽ അറിയാത്ത ഒരു ടൈപ്പാണ്. തിയേറ്ററിൽ ഒരു പുതിയ പടം ഇറങ്ങിയിട്ട് പോയാലോ? കിളവൻ കൊള്ളാലോ. കുഴിയിലേക്ക് കാലു നീട്ടി ഇരിക്കുവാ. നമുക്ക് തിയേറ്ററിൽ പോയി കാലു നീട്ടിരിക്കാം. വരട്ടെ. എന്താ പരട്ടേന്നോ? അല്ല വരട്ടേന്ന്. എന്റെ പൊന്നോ, ഇവളൊക്കെ എന്തോ. എടോ കിളവാ, നാണാവില്ലേ? മകളുടെ പ്രായമുണ്ടല്ലോ. സിനിമയില് കഥയിലെന്ന് കഥ കഥ അല്ലെങ്കിൽ വന്നല്ലേ വിളിച്ചോക്കി. സിനിമ കഥയില്ലെന്ന്. കണ്ടിട്ട് കുറെ നാളായല്ലോ. ആരാ? ഞാൻ രമേശൻ, കുമാരന്റെ മോൻ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതെ, ഇപ്പൊ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടോ? ശ്വാസവും മുട്ടുണ്ട്, ഉള്ളാരും മുട്ടുണ്ട്, രാത്രി ആരുടെയൊക്കെ വന്ന് വാതിലും മുട്ടലുണ്ട്. തട്ടുമുട്ടും ബഹളോടാ. ഈ ചുമ എങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാൻ പാടില്ലേ? ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചതാ. അപ്പൊ ഡോക്ടർ പറയാണ് വില്ലൻ ചുമയാണെന്ന്. ഏത് ഡോക്ടറെ കാണിച്ചത്? ഡോക്ടർ ഭീമൻ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ, അതിന് പൊക്കൂടായിരുന്നോ? എനിക്ക് വലിയൊരു കമ്പനികളുടെ ജോലി എന്നുള്ള കാര്യം നിനക്കറിയാലോ, വാച്ചുവാനായിട്ട്. അപ്പൊ അവര് പറഞ്ഞു വാച്ചിന് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് വരണ്ട, വാച്ച് നന്നാക്കിട്ട് വന്നാ മതി. എന്നാ പിന്നെ ജോലിക്ക് പോണ്ട, മകനൊരുത്തിന് അമേരിക്കല്ലേ, അങ്ങോട്ട് പോയിക്കൂടെ? അവരിങ്ങോട്ട് വരണ്ടേ? എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ കാര്യം? മണ്ടം കൂടാപ്പാ, നീ ഇതിൽ കടിച്ചൂങ്ങിക്കണ അകത്തോട്ട് വാടാ. ഇതൊക്കെ ഒന്ന് കഴുകിയിടേ. അയ്യോ, അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഇവിടെ വന്നതിന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. നിനക്കറിയോ, എനിക്ക് പഠിക്കുവാൻ പറ്റില്ല, എന്നിട്ടല്ല മടിയായിരിക്കും അല്ലേ? എടാ, നിന്റെ ഒക്കെ പ്രായത്തിൽ ഞാൻ 1 ഏക്കർ പറമ്പ് ഓടിയിടുന്ന കിളക്കായിരുന്നു, അറിയോ? എന്റെ പ്രായത്തിൽ 1 ഏക്കർ പറമ്പ് ഓടിയിടുന്ന കിളക്കുമായിരുന്നു. കിളക്കുവായിരുന്നല്ല, കളിക്കുവായിരുന്നു. കിളക്കാരന്റെ പട്ടി പോകും. അല്ല, മോൻ അമേരിക്കയിലാണല്ലോ, അവിടുന്ന് ഫോൺ ചെയ്യാറുണ്ടോ? മിസ് കോൾ അടിക്കും. മകനല്ല, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അവനവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ സംസാരമൊന്നുമില്ല. ചെലവിന് കാശ് ചേരാറുണ്ടോ? അതവൻ അയച്ചു തരും കേട്ടോ. അവൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു പട്ടി ഇവിടെ ഉണ്ട്. ആ പട്ടിക്ക് അവൻ ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 5000 രൂപ അയച്ചു തരും. ഞാൻ എന്തോന്ന് വെച്ചാൽ 300 രൂപയുടെ ഫുഡ് പട്ടിക്ക് കൊടുക്കും, ബാക്കി 4700 രൂപയുടെ ഫുഡ് ഞാൻ കഴിക്കും. ആ പട്ടി കാര്യം കിടന്ന് ചത്തുപോയ ബാക്കിയുള്ളവൻ പട്ടിണിയാകും. എന്താ പേര്? ബാബു. അല്ല, മോന്റെ പേരല്ലേ വെച്ച്, പട്ടിയുടെ പേരാ? 2 പട്ടിക്ക് ഒരു പേരിട്ടേക്കണേ. എന്നാ 3 പേർക്ക് ഒരു പേരിട്ട പോരായിരുന്നു. നീ എന്താ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പോകാം? അതെ, ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റൂല, നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ നല്ല കാര്യമല്ല. ഇരിക്കുന്നെല്ലാം കൊള്ളാം, ഇരിക്കുന്നിടം കുഴിക്കരുത്, തോളത്തിൽ അവിടെ ഇരിക്കല്ലേ. ഈ കസേര ഇട്ടേക്കണ അമ്മാവനും ഇരിക്കല, ഞാനും ഇരിക്കില്ല. പിന്നെ അത് പട്ടിക്ക് ഇരിക്കാനുള്ള കസേരടാ. പട്ടിക്ക് ഇരിക്കാനോ? പട്ടിയുടെ വില കേട്ടാ നീ ഞെട്ടും. നിനക്ക് ഇവിടെ ഇതിന്റെ അകത്ത് കയറാൻ പോലും പറ്റൂല, അറിയാമോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഴ്ച കൂടെ ബാത്റൂമിൽ. അപ്പൊ തന്നെ മോന്റെ വിളി വന്നു. ടെൻഷൻ അവൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, വല്ലയിടത്തും തലയും കുത്തി കിടക്കാതെ വല്ല മരുന്നും പോയി മേടിക്ക്, പട്ടിക്ക് തീറ്റ കൊടുക്കാനുള്ള, പട്ടി കിടന്ന് ചത്തുപോകുന്നു. സത്യം പറയാലോ, ഇപ്പൊ എന്റെ വീട്ടിലെ പട്ടിനെ കാണുമ്പോ എന്റെ മോന്റെ മോൻ ഓർമ്മ വരും എനിക്ക്. അതേതായാലും അച്ഛനെ വാർത്ത് വെച്ച പോലെ. ഒരു മോളുണ്ടായിരുന്നല്ലോ, അതിന്റെ കല്യാണം കഴിഞ്ഞു? അത് എറണാകുളത്ത് നിന്ന് ഒരു ആലോചന വന്നായിരുന്നു. ചെക്കന്റെ പേര് കേട്ടപ്പോ വേണ്ടെന്ന് വെച്ചു. ഒരു പേരിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു? പേര് കേട്ടത് ഞെട്ടിപ്പോ. നിരഞ്ജൻ. 3ഉം 4ഉം ഭാര്യമാരുള്ള ആൾക്കാരല്ലേ ഈ പേരുള്ളവര്. സീരിയല് കാണാറില്ലല്ലേ? ഞാനൊന്നും കാണാറില്ല. എവിടെ ഈ ആലോചന വന്നത്? എറണാകുളം ഒരാലോചന, കുന്നംകുളം, കൂത്താട്ടുകുളം, കായംകുളം, ഇങ്ങനെ. ഇതെന്തേട്ട ഇത്? എറണാകുളം, കുന്നംകുളം, കൂത്താട്ടുകുളം, കായംകുളം എല്ലാം കുളത്തിൽ നിന്നാണോ? ഇതൊക്കെ എന്ത് കോളം? കല്യാണം നടക്കാതെ വന്നപ്പോ എന്റെ മോള് ചാടിച്ചത്ത കോളം കണ്ടിട്ടുണ്ടാ നീ? ഇല്ല. അതാണ് കോളം. അല്ലടാ, നിനക്കധികം പ്രായമൊന്നും ആയില്ലല്ലോ, നിനക്കൊരു കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നോ? ആദ്യ ഭാര്യനെ ചവിട്ടിക്കൊന്നവർക്ക് ആരും പെണ്ണ് തരില്ലെന്ന്. എന്തിനു ചവിട്ടി കൊല്ലാനാ? എന്റെ ചേട്ടാ, ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് അറിയാമോ? എന്താണ്? രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് സമ്മാനമായിട്ട് മോതിരം മേടിച്ചുള്ള ഫാമിലിയാ. എന്നിട്ട് നാട്ടുകാർ പറഞ്ഞ മോതിരം അടിച്ചു മാറ്റിയ ഫാമിലി ആണെന്നാണല്ലോ. അങ്ങനെ പറയണ്ട. പിന്നെ ചിലപ്പോ ശരിയായിരിക്കും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞ് എനിക്കുണ്ടാണ് കുട്ടി ഒരു രാജകുമാരനെ പോലെ ഇരിക്കും. അതെ, ശരിയാടാ, അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു കൊച്ചിനെ കൊണ്ട് നിന്റെ ഭാര്യ റോഡിലൂടെ നടന്നു പോകുമ്പോ നാട്ടുകാർ പറയും, നീ ഇല്ലാത്ത സമയത്ത് ഏതോ രാജകുമാരൻ കയറി നിരങ്ങിട്ട് പോയത്.
എടാ നമ്മുടെ ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് ഓർത്തത്. ഇവിടെ ഒരു വേലക്കാരുണ്ടല്ലോ, കണ്ടില്ല? ആ അതാ നിന്നോട് ഞാൻ പറയാമെന്ന്. വേലക്കാരനോട് തന്നെ കിട്ടിയാ കൊള്ളായിരുന്നു. ഇവിടെ എന്നെ പറഞ്ഞു വിട്ടടാ. അവൻ നല്ലൊരു ചെക്കനിലേട്ടാ, എന്തിനാണ് പറഞ്ഞു? എന്താ പറയണ, ഒരു ദിവസം ഞാൻ ഇവിടെ സ്വപ്നം കണ്ടോണ്ടിരിക്കാം മട്ടനും ചിക്കനും ഒക്കെ തിന്നണത്. അപ്പൊ ഇവനെ തട്ടി വിളിച്ചിട്ട് പറയാ, അമ്മാവാ എഴുന്നേക്ക് കഞ്ഞി റെഡിയാക്കി വെച്ചേക്കണെന്ന്. ഇവനോ ഉണ്ടാക്കി തരില്ല, സ്വപ്നത്തിലും തീറ്റിക്കില്ലാന്ന് പറഞ്ഞ. അല്ല പിന്നെ എനിക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ മാർബിളിൽ ഇരിക്കാൻ പറ്റൂല. വാദമുണ്ടോ? വാദം ഉണ്ടോന്നാ? എന്താ പൊന്നോ വാദം. ആ എടാ അല്ലേ വേണ്ട, ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. അമ്മോ, ഓക്സിജൻ കൂടുതൽ കിട്ടുന്നിടത്തേക്ക് പോയിട്ട് വരാം. അതെ ദേ പോണേറ്റ് എന്റെ ബാവ അവിടെ നിക്ക്. ഒരു കാര്യം പറഞ്ഞ കേൾക്കുന്നു. എടാ ഈ ഇടയിട്ട് എന്താണെന്ന് അറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അറച്ചിലൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, ഓർമ്മ കുറവുണ്ട് അതാണ്. ഏതാണെന്ന് അറിയില്ല. ആ പടവില്ലേ നമ്മുടെ എന്താണ് രജി നിർവേദനം, അതിലാ സർപ്പക്കാവിലെ സീനുണ്ടല്ലോ അവസാന ഭാഗം, അതങ്ങോട്ട് ഓർത്തിട്ട് കിട്ടുന്നില്ല. ഇന്നലെ കിട്ടിയായിരുന്നു, ഇന്ന് ഞാൻ പല ഭാഗത്തും പോയിരുന്ന അങ്ങ് ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടണില്ല. ഏത് ഭാഗം കിട്ടാത്തത്? നമ്മുടെ പപ്പു മാളയല്ല മാമോക്കോയ. ഓ ടീച്ചർ ഇവിടെ മോന്തം വെച്ചോണ്ട് വന്നേക്ക്. ഇവിടെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി എന്നെ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്ക, എന്റെ മോന്റെ കല്യാണം വരാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ അടുത്ത മാസം ഒരു കാറൊക്കെ മേടിക്കും. കാറ് മേടിക്കുന്ന കൊള്ളാം, പക്ഷെ നീളമുള്ള കാറായിരിക്കണം. നീളമുള്ള കാറല്ലടാ, ട്രെയിനാ. നിന്നെ ആരെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതാ. അല്ലേട്ടാ ഈ അമേരിക്കക്കാരനാണല്ലോ മോൻ. അവൻ അടുത്ത ദിവസം വരുമല്ലോ. അല്ല അതിന് പറ്റിയ സ്റ്റാൻഡുള്ള ഒരു പെണ്ണ് വേണമല്ലോ. ആ അതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കണം. അവൻ ചറവറ ഇംഗ്ലീഷാണ്. അപ്പൊ അതുപോലെ ചറപറ ഇംഗ്ലീഷ് ഒരു പെണ്ണ് വേണ്ടേ? അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ മീൻകാരത്തി വാസന്തി ഇല്ലേ, വാസന്തിയുടെ മോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ചേട്ടാ വാസന്തിന്റെ മോൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവോ? അത് കുഴപ്പമില്ല, നമുക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കണായിട്ട് പഠിക്കാമല്ലോ. അവിടെ നല്ല പോക്കാണെന്ന് ആൾക്കാർ പറയണത്. അങ്ങനെ പറഞ്ഞ തള്ള ചെയ്താടാ. അങ്ങനെ വരില്ല. തള്ളയിൽ എന്തിരിക്കണ മോളിലല്ലേ കാര്യം. തള്ളയുടെ അല്ലേ മോള്? അതെ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ മോന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ ഇവളൊരു മദാമി ആക്കി എടുക്കും. അതായത് കടപ്പുറത്തോണ്ട് ഇത്ര ഉടുപ്പിട്ട് കിടത്തും. മദാമ്മമാരൊരിതാണല്ലോ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ ഇവളെ റെഡിയാക്കി എടുത്തിട്ട് ഈ കല്യാണം അങ്ങ് നടത്തും കേട്ടാ. അപ്പൊ നിന്നോട് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അമ്മാവൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കല്യാണത്തിന്റെ തലേന്ന് വരണ്ട പോയിക്കോ നിന്ന് അവിടെ നിന്ന്. ഒരു പരിചയത്തിന്റെ പുറത്താണ് അകത്ത് വിളിച്ചു കയറ്റത്. ഇന്നവര് വിളിച്ചു കയറ്റിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ആ ഒരു സ്നേഹം എപ്പോഴും ഉള്ളിലുണ്ടാവും. ഈ ഒരു സ്നേഹം വെച്ചോണ്ട് ഇവിടെയൊക്കെ കണ്ടുവച്ചിട്ട് രാത്രി കക്കാൻ പറയില്ല. സ്നേഹം കൊണ്ട് പറഞ്ഞോ പോയിക്കോ എങ്ങാണെങ്കിലും പോയിക്കോ. അമ്മാവോ എങ്ങോടാ യാത്ര? ഇതെങ്ങോടാ യാത്ര? നീ ആ കൈയും കണ്ട് തന്നെ. അയ്യേ കൈക്കിട്ട് കിസ് ചെയ്യണം. എന്ത് വൃത്തിയല്ലടാ, ഞാൻ കല്യാണം വിളിക്കാത്ത ചില ആൾക്കാർ ഒന്ന് ബിരിയാണി തക്കിട്ട് പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നീ ഉണ്ടോ ഒന്ന് നോക്കിയതാ. നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിന്ന്. ഇത്ര പ്രായമായിട്ട് എന്ത് വൃത്തികേടാണ്. എന്തായാലും അമേരിക്കയിലേക്ക് പോവുകയാണ്. അതിനുള്ള പ്രാക്ടീസ് ചെയ്തതാ. അങ്ങോട്ട് ചെന്നാ ഉടനെ ഇതിന്റെ ഒരു ബഹളമായിരിക്കുമല്ലേ. പുകഴ്ത്തി പറയല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും അസലായിട്ടുണ്ട്. 10 രൂപ തരാട്ടാ വരുമ്പോ, എന്തെങ്കിലും വരുമ്പോ. ഞാനും എന്റെ മോനും കൂടി അമേരിക്കയിലേക്ക് പോവുകയാണ്. അവന്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു. അവന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ അവന് കെട്ടിച്ചു കൊടുത്തു. അതെനിക്കറിയാലോ. അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിലോട്ട്? അതെ. അമ്മാവൻ എന്ത് വർത്താനം പറയണത്? അവര് ചെക്കനും പെണ്ണും കൂടി കാറും പിടിച്ച് എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റിലേക്കാന്ന് പറഞ്ഞിട്ട്. അയ്യോ അവര് പോയി. ദൈവമേ, വെറുതെ ഞാനിവിടെ പട്ടീനെ നോക്കിട്ട് കാണാഞ്ഞത്. പട്ടീനെ അവര് കൊണ്ടുപോയി. അയ്യോ പട്ടി ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എന്റെ മകൻ എല്ലാ മാസവും പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞ 5000 രൂപ അയച്ചു തന്നത്. ഇനിയിപ്പോ പട്ടിയില്ലാത്ത ഞാൻ പട്ടിണി കിടന്ന് ചാകുള്ളു. എന്റെ പൊന്ന